അപ്പോൾ നമുക്ക് 9th ഇന്നത്തെ മാത്സിൻ്റെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ്. അതായത് പുതിയൊരു ടോപ്പിക്കാണ്. പുതിയൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് ബന്ധമുള്ളതാണ്. നമ്മൾ നേരത്തെ ക്വാഡ്രിലാറ്ററൽ പറഞ്ഞല്ലോ. അപ്പം ക്വാഡ്രിലാറ്ററലും ഈ ട്രയാങ്കിളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ വെച്ച് എങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്യാമെന്നുള്ള കാര്യങ്ങളുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾ എന്താണെന്നാ പറഞ്ഞത്, എത്ര സൈഡ് ഉള്ളതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. 3 സൈഡഡ് ആയിട്ടുള്ള പോളികളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. 3 സൈഡഡ് ആയതുകൊണ്ട് തന്നെ എത്ര ആംഗിൾസ് ഉണ്ട് ഇതിന്, 3 ആംഗിൾസും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇനി ഇവരെ തന്നെ ഒരു സൈഡ് കൂടെ വരികയാണെന്ന് വിചാരിച്ചു. ഒരു സൈഡ് കൂടെ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താ, ഇവരെന്തായിട്ട് മാറും, 4 സൈഡുള്ള പോളികളായിട്ട് മാറും. 4 സൈഡുള്ള പോളികളെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു, ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്, 4 സൈഡ്സ് ഉണ്ട്, 4 സൈഡുകളുണ്ട്, അതുപോലെ തന്നെ 4 ആംഗിൾസും ഉണ്ട്. സോ 4 സൈഡ്സ് ആൻഡ് 4 ആംഗിൾസ് ഉള്ള ജോമെട്രിക്കൽ ഫിഗർ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി ഈ ക്വാഡ്രിലാറ്ററലിലെ പലതരത്തിലുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള, സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ എന്താണ് വേറെ വേറെ കേസസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ സൈഡുകൾ 4 സൈഡുകളുണ്ട്. ഇപ്പൊ ഈ 4 സൈഡിലെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആകുകയും അതോടൊപ്പം ഇവരുടെ ഇടയിലുള്ള ആംഗിൾസ് 90 ഡിഗ്രി ആവുകയും ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇപ്പം ഇവിടെ ഉണ്ടായ ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും, 4 ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇവിടെ ഉണ്ടാകുന്നത് ഈക്വൽ ആണ്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾസ് എത്ര ഡിഗ്രി കൂടെ ആണെങ്കിൽ, 90 ഡിഗ്രിയും കൂടെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്തെന്നാ പഠിച്ചിട്ടുള്ളത്, റെക്ടാങ്കിൾ എന്നത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ അത് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ പഠിച്ച വേറൊരാളായിരുന്ന ആര്, സ്ക്വയർ. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്, 4 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പാരലലോഗ്രാം, റോംബസ് തുടങ്ങിയവരെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു, ഇത് ഇച്ചിരി ഇങ്ങോട്ട് ചരിച്ച് ഓപ്പോസിറ്റ് ആംഗിൾസിൽ ഈക്വൽ ആണെങ്കിൽ അത് പാരലലോഗ്രാമും, അതുപോലെ തന്നെ സ്ക്വയറിന്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അത് റോംബസും, ആ രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വാഡ്രിലാറ്ററലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രയാങ്കിൾസിന്റെ കണക്കുകൾ, ഓക്കെ, ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന കണക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്താണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, ട്രയാങ്കിൾസിന്റെ ഏരിയ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും, പിന്നെ ക്വാഡ്രിലാറ്ററലും ട്രയാങ്കിളും തമ്മിലുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കി, നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററലിനെ ട്രയാങ്കിൾ ആക്കാൻ പറ്റുമോ നോക്കാം. ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിനെ ട്രയാങ്കിൾ ആക്കാൻ പറ്റുമോ, എന്ത് വരച്ചാൽ മതി, ഒരു ഡയഗണൽ വരച്ചാൽ മതി. ഇപ്പൊ നോക്കി, ഇവിടെ ഒരു ഡയഗണൽ വരച്ചു, ഇവിടെ ഒരു ഡയഗണൽ വരച്ചപ്പോൾ ഉണ്ടായ പ്രത്യേകത എന്താണ്, ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്തു, 2 ട്രയാങ്കിൾസ് എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഇനി ഈ 2 ട്രയാങ്കിൾസിന്റെയും എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഏരിയ കണ്ടുപിടിച്ചാൽ ആ ഏരിയയുടെ സം എന്ന് പറയുന്നത് എന്തിന്റെ ഏരിയ ആയിരിക്കും, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ. അതായത് എന്നോട് ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. ഈ തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, അതിനെ ഞാൻ എന്ത് ചെയ്താലും ഒരു ഡയഗണൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഇതിനെ വരയ്ക്കുന്നു. വരയ്ക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറി, 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറി. അപ്പം ഈ ട്രയാങ്കിളിന്റെ പേരെന്താ, ട്രയാങ്കിൾ ABDയും അതോടൊപ്പം തന്നെ ട്രയാങ്കിൾ BCDയും ഉണ്ടായി. ഈ ട്രയാങ്കിൾ ABDയും BCDയും എന്താണ്, ഇവരുടെ തമ്മിൽ ഉള്ള ഏരിയയുടെ സം എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയുടെ കൂട്ടുമ്പോൾ നമുക്ക് ഏതിന്റെ ഏരിയ കിട്ടും, ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടും. മൊത്തത്തിലുള്ള ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 2 ആയിട്ട് കിടക്കുന്ന ഇവരെ ചേർത്ത് 2 ഏരിയ കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഏരിയ കിട്ടും. ഇതിന്റെ ഇക്വേഷൻ എന്താണ്, ½ BH. ഇതിന്റെ ഇക്വേഷൻ എന്താണ്, ½ BH. കാരണം ഇത് 2 ട്രയാങ്കിൾ അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രയാങ്കിളുടെ ഇക്വേഷൻ വെച്ച് ഞാൻ ഇപ്പൊ ഇവിടെ ½ BH വെച്ച് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു, ഏരിയ കണ്ടുപിടിക്കുന്നു.
അതേപോലെ തന്നെ ഇവരുടെ ഏരിയ എന്ത് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു, ഹാഫ് ബി എച്ച് വെച്ച് കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഏരിയ ആണ്? ഈ മൊത്തത്തിലുള്ള ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള എ ബി സി ഡിയുടെ ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്ന കാര്യം മനസ്സിലായോ? എന്ത് ചെയ്താൽ മതി? നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആളെ രണ്ട് ട്രയാങ്കിൾ ആക്കുക. രണ്ട് ട്രയാങ്കിൾ ആക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഏരിയ കിട്ടും. എങ്ങനെ ഏരിയ കിട്ടും? ആ രണ്ട് ട്രയാങ്കിളുടെയും കൂടെ ഏരിയ കണ്ടുപിടിക്കുക. അത് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? അതിരിക്കുന്ന ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി ഈ പരിപാടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നാലിലധികം സൈഡ് വരുവാണെങ്കിലോ? നാലിലധികം സൈഡ് വന്ന് നമുക്ക് അതിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനെ എന്തോന്ന് വിളിക്കാം? പെന്റഗൺ എന്ന് വിളിക്കാം. അപ്പൊ ഈ പെന്റഗൺ പോലുള്ള 5 സൈഡഡ് ആയിട്ടുള്ളതൊക്കെ വരികയാണെങ്കിലോ, ഇങ്ങനെയുള്ളത് വരികയാണല്ലോ, ഇങ്ങനെയുള്ളത് വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡയഗണൽ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേന് എന്ത് പറ്റും? ഡയഗണൽ കൊടുത്താൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഇവിടെ താഴെ കൊടുക്കുകയാണെങ്കിലും മതി. ഇവിടെ ഒരു ഡയഗണൽ കൊടുത്താൽ എന്ത് പറ്റും? ഇവിടെ ഒരു എന്തുണ്ടായി? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായി. ഓക്കെ, ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിപ്പോ കിടക്കുന്നത് എന്താ? ഈ കിടക്കുന്ന സാധനം എന്താ? ഒരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വീണ്ടും എന്ത് ചെയ്താൽ മതി? വീണ്ടും ഒരു ഇതുകൂടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി? ട്രയാങ്കിൾ ആയി. ഇപ്പൊ അല്ലെങ്കിൽ 3 ട്രയാങ്കിൾ വെച്ചുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാഫ് ബി എച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻസ് അറിയത്തില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്കറിയാം. ആ മാർഗം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അപ്പം ഇവിടെ 3 ട്രയാങ്കിൾസ് ഫോം ചെയ്തു. അപ്പൊ ഈ 3 ട്രയാങ്കിൾസിന്റെയും കൂടെ സമ്മ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ ഈ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ കിട്ടും. ഓക്കെ, ആ രീതി. ഇനിയും നമ്മളോട് ചോദിക്കുന്നത് വെറുതെ ഒരു ഏരിയ കണ്ടുപിടിക്കാനല്ല, പകരം ഈ ക്വാഡ്രിലാറ്ററൽ ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനല്ല, സെയിം ആയിട്ടുള്ള ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ചോദിക്കും. അതായത് ഇപ്പൊ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. വരയ്ക്കാനുള്ള ഭാഗമാണ്. സോ അത് നിങ്ങൾ കൂടെ തന്നെ പോവുക. അതായത് ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ വരച്ചു, നിങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ കൂടെ പോയാലും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്? ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ എനിക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അപ്പൊ ഇതിന് സെയിം ഏരിയ ആക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കാം. ഇതിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ, ആദ്യം ഇതിനൊരു ട്രയാങ്കിൾ ആക്കാനുള്ള വഴി എന്തെങ്കിലും നോക്കാം. ഇതിനെ ഞാൻ ഡയഗണലിൽ വരച്ച് 2 ട്രയാങ്കിൾ ആക്കാനുള്ള കാര്യമല്ല പറഞ്ഞത്, പകരം ഇത് ഫുള്ള്, അതായത് എ ബി സിയുടെ ഫുള്ള് ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ ആക്കാനാണ് പറഞ്ഞത്. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? ഞാൻ ഈ തന്നിരിക്കുന്ന സി എന്ന് പറയുന്ന സൈഡിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇയാളെ നീക്കി ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് പതിയെ കൊണ്ടുവരികയാണ്. അതായത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന ആളില്ലേ, ഇങ്ങനെ ഇരുന്ന ബി സി ഡി എന്ന് പറയുന്ന ആള് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വളച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. ഇനി കുറച്ചുകൂടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ക്വാഡ്രിലാറ്ററൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ശരിയാനായിട്ട് തുടങ്ങും. ഏകദേശം ഈ ഒരു രീതിയിൽ വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എ ബിക്ക് നേരെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സി എന്ന് പറയുന്ന സൈഡിനെ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഉണ്ടായത് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം ഇത് ഒറ്റ നേരെയാണ് പോകുന്നത്. ഓക്കെ, ഈ എ ബിക്ക് നേരെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബി സിയും പോകുന്നത്. സോ ഇവിടെ എന്തുണ്ടായി? എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ടായി. ഇത് ഏതിന് ഈക്വൽ ആണ്? എ ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. പക്ഷെ പറഞ്ഞപ്പോൾ എളുപ്പം തീർന്നെങ്കിലും ഇത് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ചുമ്മാ ചരിച്ചു കൊണ്ടുപോയി വെക്കുക എന്നുള്ള ഐഡിയ അല്ലല്ലോ. ഇതിനെ എങ്ങനെ കറക്റ്റ് വരച്ച് ആ രീതിയിലാക്കണം. ആ രീതിയിലാക്കാനുള്ള മാർഗം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് പിന്നിലുള്ള കൺസെപ്റ്റ് മനസ്സിലായല്ലോ. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? നീക്കി എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇതെന്തായി? ഒരു ട്രയാങ്കിൾ ഉണ്ടായി, സെയിം ഏരിയ ഉള്ളത്. ഓക്കെ, അത് ചുമ്മാ നമ്മൾ പേപ്പറും പേനയും കൊണ്ടും കൈയും കൊണ്ട് കാണിക്കുന്ന പോലെ അല്ല. കറക്റ്റ് അത് എന്ത് ചെയ്യണം? വരച്ച് എങ്ങനെ ആക്കാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെ ആക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ആക്കാൻ പറ്റും? പിന്നെ പെന്റഗന്റെ ആക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഡയഗണൽ വൈസ് ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ചുമ്മാ എടുക്കുകയല്ല. ഇങ്ങനെ തന്നിരിക്കുന്നതിന്റെ ഡയഗണൽ വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
എടുക്കുന്നതെന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം, വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എന്താണ് വരയ്ക്കാനുള്ളത്, ഈക്വൽ ഏരിയ ഉള്ള എന്ത് വരയ്ക്കണം, ഈ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് ഒരു മാർഗം നോക്കാം. തന്നിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ ABCD എന്ന് പറഞ്ഞ ഈ ഒരു ഇതിന്റെ ഒരു ഡയഗണൽ ഫോം ചെയ്തു. ഡയഗണൽ എവിടെ വരയ്ക്കുന്നത്, ഈ ഡിക്കും ബിയും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡയഗണൽ വരച്ചു. ഓക്കെ. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇതിനെ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തിനെ എനിക്ക് ഇവിടെ കൊണ്ടുവരണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല്, ഇവിടെ ഞാൻ ഇതിന് നേരെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, സിയിൽ കൂടെ ഒരു പാരലൽ ലൈൻ, ഏതിന് പാരലൽ ആയിട്ട്, BD എന്ന് പറയുന്ന ഡയഗണലിന് പാരലൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സിയിൽ കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, വരയ്ക്കാനായിട്ട് പോകുന്നു. അപ്പം BD എന്ന ലൈനിന് പാരലൽ ആയിട്ട് സിയിൽ കൂടി ഞാൻ എന്ത് വരയ്ക്കണം, ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാം, നമ്മൾ നേരത്തെ പാരലൽ ലൈൻ വരയ്ക്കുന്ന രീതി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത് വെക്കുന്നു, നിരക്ക് എന്ത് ചെയ്യുന്നു, നിരക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, ഇവിടുന്ന് നിരക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടായാലും ഇവിടെ കൊണ്ടുപോവുക, എന്ത് ചെയ്യുന്നു, പാരലൽ ആയിട്ടുള്ള ലൈൻ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. നേരെ വരയ്ക്കാം, സ്കെയിൽ എടുക്കുക, ഇവിടെ വെക്കുക, എന്ത് ചെയ്യുന്നു, നിരക്ക് ഇങ്ങോട്ട് ഈ പോയിന്റ് നേരെ കൊണ്ടുവരുന്നു, എന്ത് ചെയ്യുന്നു, നേരെ പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്ത് കിട്ടി, എനിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടി. ഓക്കെ. ഈ ഒരു ഓർഡർ പഠിച്ചു പോവുക. അത് ഞാൻ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന, ഇനി ഇവര് തരുന്ന മെഷറിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ അറിയാമല്ലോ, എങ്ങനെയാണ് നമ്മൾ റെക്ടാങ്കിൾ ഒക്കെ വരയ്ക്കുന്ന പോലെ തന്നെ 3 സൈഡ്സ് തരും. അതെന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സൈഡ്സും ആംഗിൾസും ഉപയോഗിച്ചുകൊണ്ട് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. എങ്ങനെയായിരുന്നു നമ്മൾ വരയ്ക്കുന്നത്, ട്രയാങ്കിൾ വരയ്ക്കുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. 3 സൈഡ് തന്നാൽ എങ്ങനെയായിരുന്നു, കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നത് എങ്ങനെയാ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന AB എന്ന് പറയുന്ന ലെങ്ത് തരും, പിന്നെ ഈ ആംഗിൾ തരും, അല്ലെങ്കിൽ 3-4 സൈഡ് തരുമായിരിക്കും. 4 സൈഡ് തന്നാലും എങ്ങനെ കണ്ടുപിടിക്കാം, ഞാൻ കോമ്പസ് എടുക്കുന്നു, ഇവിടെ വരയ്ക്കുന്നത് എന്താണ്, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പിന്നെ സൈഡ് എത്ര ആണെന്നുള്ളത് തരുന്നു. ഇനി ഇവിടുന്നുള്ള ആംഗിൾ ആയിരിക്കും എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടർ ഇവിടെ ഉപയോഗിച്ച് ആംഗിൾ കണ്ടുപിടിക്കുന്നു, അങ്ങോട്ട് നീട്ടി വരച്ച് ഇതിന്റെ അകലവും ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കും, അത് വരയ്ക്കുന്നു. എന്നിട്ട് ഇത് യോജിപ്പിച്ച് എനിക്ക് എന്ത് കിട്ടും, ഒരു ക്വാഡ്രിലാറ്ററലൊക്കെ വരയ്ക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കിപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ. അപ്പം ക്വാഡ്രിലാറ്ററൽ വരച്ച ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്, ആദ്യം ഞാൻ എന്ത് വരയ്ക്കണം, ഡയഗണൽ വരയ്ക്കണം. ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ ഏത് ഡയഗണലാണ് വരയ്ക്കുന്നത്, ഡയഗണൽ BD എന്ന് പറയുന്ന റൈറ്റ് സൈഡിലുള്ള ഡയഗണൽ വരച്ചു. ഈ ഒരു ഡയഗണൽ വരച്ചു. അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്, C എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ അപ്പുറത്ത് ഏതാണോ പോയിന്റ്, വെർട്ടെക്സ് ഏതാണോ അവിടെ കിടക്കുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സ്, അതിൽ കൂടി ഞാൻ എന്ത് വരയ്ക്കണം, പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. ഇവിടെ നിങ്ങൾ പേര് വെച്ച് കൺഫ്യൂസ് ആവണ്ട. ഇവിടെ ഇപ്പൊ PQRS എന്ന് പറയുന്നത് തന്നേക്കാണെങ്കിൽ ഇത് R ആണെങ്കിൽ എന്ത് ചെയ്യണം, R ൽ കൂടി എന്ത് ചെയ്യണം, ഈ ഇവിടെ തന്നിരിക്കുന്ന പോലുള്ള ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എന്ത് ചെയ്യണം, വരയ്ക്കുന്നു. ഓക്കെ. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ AB എന്ന് പറയുന്ന ലൈനിനെ ഞാൻ എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് എവിടെ മുട്ടും, ഈ നീട്ടി വരച്ച പാരലൽ ലൈനിൽ എന്ത് ചെയ്യും, മുട്ടും. ഓക്കെ. ഇവിടെ വരെ മനസ്സിലായോ. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ 2 പോയിന്റൂടെ എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. ഈ 2 പോയിന്റൂടെ യോജിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്, ഈ തന്നിരിക്കുന്ന ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന് ഈക്വൽ ആയിട്ടുള്ള എന്ത് കിട്ടി, ഏരിയ ഉള്ള ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിന്റെ പേരെന്താണ്, ട്രയാങ്കിൾ AD. ഇപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് E ആണെങ്കിൽ ട്രയാങ്കിൾ ADE, അല്ലെങ്കിൽ ട്രയാങ്കിൾ AED എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. അതിന്റെ പ്രത്യേകത എന്താണ്, സെയിം ഏരിയ ആണുള്ളത്. ഓക്കെ. ഇതാണ് നമ്മൾ ലാസ്റ്റിൽ എന്ത് ചെയ്തത്, പറയാനുള്ള കാര്യം. ഓക്കെ. ഇതൊന്നുകൂടെ ഒന്നുകൂടെ എടുത്ത് പറയാണ്, നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോവുക. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഏരിയ, സെയിം ഏരിയ ഉള്ള, അതായത് ക്വാഡ്രിലാറ്ററലിൽ സെയിം ഏരിയ ഉള്ള എന്ത് കൺസ്ട്രക്ട് ചെയ്യുക, ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള വഴി എന്താണ്, ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, അവർ വന്നിരിക്കുന്ന അളവിൽ ഞാൻ എന്ത് വരയ്ക്കുന്നു, ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നു. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന രീതിയിൽ ബേസ് വരയ്ക്കുന്നു. ബേസിൽ നിന്ന് 4 സൈഡിലുള്ള ആംഗിളോ അല്ലെ സൈഡുകളുടെ ലെങ്തോ തരും. അത് ഉപയോഗിച്ച് ഞാൻ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു, ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ. ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്ത് ഇപ്പൊ PQR
യെസ്. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ എന്ത് ഇരിക്കുന്നത്, ക്വാഡ്രിലാറ്ററൽ ഇരിക്കുന്നത്. ഇനി എനിക്ക് എന്താ വരയ്ക്കാനുള്ളത്, ട്രയാങ്കിൾ, സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, അത് ഞാൻ എന്ത് ചെയ്തു, ക്വാഡ്രിലാറ്ററൽ വരച്ചു. ക്വാഡ്രിലാറ്ററൽ വരച്ച ശേഷം എന്ത് ചെയ്യുന്നു, ക്വാഡ്രിലാറ്ററൽ വരച്ച ശേഷം എന്ത് ചെയ്യുന്നു, വരച്ച ശേഷം എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ്, ആദ്യം നമ്മൾ ഡ്രോ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക, ശേഷം എന്ത് വരയ്ക്കുക, ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ എങ്ങനെ വരയ്ക്കുന്നത്, ഡയഗണൽ വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, ഡയഗണൽ എവിടെ നിന്ന് എങ്ങോട്ട് വരയ്ക്കുക, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, വരയ്ക്കും. ഓക്കെ, സിമ്പിൾ. അടുത്ത എന്താ ചെയ്യാനുള്ളത്, അടുത്ത എന്താ ചെയ്യേണ്ടത്, ഈ ഡയഗണലിന് പാരലലായിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ എന്ത് ചെയ്യുന്നു, പാരലൽ ലൈൻ വരയ്ക്കുക. ഈ എസ് ക്യൂ എന്ന് പറയുന്ന ലൈനിന് പാരലലായിട്ട് ഏതിൽ കൂടി, ക്യൂവിൽ കൂടി എന്ത് വരയ്ക്കുക, എന്ത് വരയ്ക്കുക, പാരലൽ ലൈൻ വരയ്ക്കുക. അതെങ്ങനെ വരയ്ക്കുക, നമ്മൾ മറ്റേ രീതിയിൽ എന്ത് ചെയ്യുന്നു, നിരക്കി, ഇത് നിരക്കി കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, ഇവിടെ പാരലൽ ലൈൻ ഇവിടെ ഇങ്ങനെ വെക്കുന്നു, എന്ത് ചെയ്യുന്നു, നിരക്കി കൊണ്ടുപോയി ഇവിടെ എന്ത് വരയ്ക്കുന്നു, പാരലൽ ലൈൻ. അപ്പൊ അടുത്ത പരിപാടി എന്താണ്, പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ക്വാഡ്രിലാറ്ററൽ വരച്ചു, രണ്ടാമത് ഇവിടെ ഡയഗണൽ മാർക്ക് ചെയ്തു. ഈ ഡയഗണലില് പാരലലായിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്ട്രീം പോയിന്റിൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഈ ഒരു പാരലൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. നാലാമത്തെ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഈ തന്നിരിക്കുന്ന ബേസിനെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ദ ബേസ്, ബേസിനെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന പി ക്യൂവിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഈ പോകുന്ന പാരലൽ ലൈനിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. അപ്പൊ ഈ പാരലൽ ലൈൻ മീറ്റ് ചെയ്തല്ലോ. ഇനി എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലെങ്കിൽ ഇതിന്റെ ഈ ബേസിന് ഓപ്പോസിറ്റ് അവിടെ ഉള്ള വെർട്ടെക്സിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് എങ്ങോട്ടേക്ക്, ഈ ജോയിൻ ചെയ്ത പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. വരയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടായത് എന്താണ്, ഒരു ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ ആണ്, അതാണ്ട് ഈ വലിയ ട്രയാങ്കിൾ. ഇത് തിരിഞ്ഞു പോകല്ലേ, ഈ ഒരു വലിയ ട്രയാങ്കിൾ ആണ് നമുക്ക് എന്ത് ചെയ്തത്, ഉണ്ടായത്. അപ്പൊ ഈ വലിയ ട്രയാങ്കിളിന്റെ പേരെന്താണ്, വായിച്ചു കളയാനല്ല, ഇത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ട്രയാങ്കിൾ പി എസ്, ഇവിടെ വി ആ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ട്രയാങ്കിൾ പി എസ് വി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഏതിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും, ട്രയാങ്കിൾ പി ക്യു ആർ എസിന്റെ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും നമുക്കിപ്പൊ കിട്ടിയ ട്രയാങ്കിൾ പി എസ് വിയുടെ ഏരിയ. ഓക്കെ, ഈ രണ്ടും സെയിം ഏരിയ ആണ്. എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതെന്ന് മനസ്സിലായോ, ഈക്വൽ ഏരിയ ഉള്ള ക്വാഡ്രിലാറ്ററലിന്റെ ഈക്വൽ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് മനസ്സിലായോ. ഏത് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ, ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് പോവുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നു. ക്വാഡ്രിലാറ്ററൽ വരച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന അളവില് വരച്ച ശേഷം ഒരു ഡയഗണൽ മാർക്ക് ചെയ്യുന്നു. എങ്ങനെ മാർക്ക് ചെയ്യാം, ഓപ്പോസിറ്റ് എഡ്ജിൽ നിന്ന് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ഡയഗണൽ മാർക്ക് ചെയ്ത ശേഷം ഈ ഡയഗണലില് കറക്റ്റ് പാരലലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ കൂടെ പോകുന്ന പാരലൽ ലൈൻ ഏതിന് പാരലലായിട്ട്, ഡയഗണലിന് പാരലലായിട്ട് വരയ്ക്കുന്നു. വരച്ച ശേഷം എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുന്ന വഴിക്ക് തന്നെ ബേസ് കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഈ പി ക്യൂ എന്ന് പറയുന്ന ബേസ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ശേഷം എന്ത് ചെയ്യുന്നു, ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് എവിടേക്ക്, ഇതിന്റെ തേർഡ് അല്ലെങ്കിൽ നമ്മൾ എടുക്കാത്ത നാലാമത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ഇത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്, ഒരു ട്രയാങ്കിൾ ആണ്. സോ ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്, ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ ഏരിയ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അവര് പറഞ്ഞിട്ടുണ്ട്, സൈഡ് പറഞ്ഞിട്ടുണ്ട്, എ ബി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, ട്രയാങ്കിൾ അല്ല ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് മറ്റേ സ്റ്റെപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ട്രയാങ്കിൾ, സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എന്തുകൊണ്ടാ അറിഞ്ഞുകൂടാ. പകരം ഏതിന്റെ ഏരിയ വെച്ച് കണ്ടുപിടിച്ചാൽ മതി, ട്രയാങ്കിളിന്റെ ഏരിയ വെച്ച് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. കാരണം അതിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഏതിന് ഈക്വൽ ആയിരിക്കും, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും.
അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രിലാറ്ററലിൽ നിന്ന് ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ ആദ്യം ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ ദ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ എന്തൊക്കെ അളവ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. പുസ്തകത്തിനകത്ത് തന്ന രീതി വെച്ച് നമ്മൾ പറയാണ്. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു അളവ് തന്നിട്ടുണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന അളവെന്നല്ല, ക്വസ്റ്റ്യനകത്ത് നിങ്ങളുടെ പിക്ചറിനകത്ത് തരും. പിക്ചറിനകത്ത് ഇങ്ങനെ തന്നിരിക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ തന്നിട്ടുണ്ട് 5, ഇവിടെ ഒരു 80, ഇവിടെ ഒരു 120, ഓക്കെ, ഇവിടെ ഒരു 4, ഓക്കെ, 3, ഇങ്ങനെ തന്നേക്കുന്നതെന്ന് വിചാരിച്ചു. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാണ്. പുസ്തകത്തിനകത്ത് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരികയാണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന പടത്തിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന പടം ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടമാണ്. ഇങ്ങനെ മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. ഇത് വെച്ച് എനിക്ക് എന്ത് ചെയ്യണം? ഈ ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്യാനുള്ള വഴി നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന വെച്ച് ആദ്യം എന്ത് ചെയ്യാം? ബേസ് വരയ്ക്കാം. ബേസ് എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്ററിന്റെ ബേസ് വരയ്ക്കുന്നു. കൂടെ തന്നെ ചെയ്തു പോണേ നിങ്ങൾ. ഓക്കെ, ബേസ് എങ്ങനെ വരയ്ക്കുന്നു? ലൈൻ എടുക്കുന്നു. ആ ലൈനിൽ എന്ത് ചെയ്യുന്നു? എ ബി എന്ന് പറയുന്ന ലൈൻ 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അതുപോലെ എടുത്ത് വരയ്ക്കുന്നു. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ ഉള്ള ആംഗിൾ എ തന്നിട്ടുണ്ട്. ആംഗിൾ എ എത്ര ആണ്? 80 ഡിഗ്രി ആണ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ എടുക്കുന്നു. റൈറ്റ് സൈഡിൽ നിന്നാണ് ആംഗിൾ വരുന്നത്. ഇങ്ങനെയല്ലേ മടങ്ങുന്നത്. സോ റൈറ്റ് സൈഡിൽ നിന്നുള്ള ആംഗിൾ എടുക്കുന്നു 80 ഡിഗ്രി. ഓക്കെ, 80 ഡിഗ്രിയുടെ എവിടെ വരെ മതി? ലെങ്ത്, ഈ എ ഡി എന്ന് പറയുന്ന ലെങ്ത് എവിടെ വരെ ഉള്ളൂ? 4 സെന്റിമീറ്റർ വരെ. സോ 4 സെന്റിമീറ്റർ അവിടെ വരെ മാർക്ക് ചെയ്യുന്നു. ബാക്കി മായ്ച്ച് കളയുന്നു. ഇതാണ് എന്ത്? എ ഡി എന്ന് പറയുന്ന വശം. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ വൈ. ഇനി എന്താ വേണ്ടത് എനിക്ക്? ഈ ഒരു സൈഡാണ്, വലത്തോട്ടുള്ള ഭാഗമാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 3 സെന്റിമീറ്റർ വരയ്ക്കണമെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ ഇവിടോട്ട് വെക്കുന്നു. എവിടെയാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്? ഈ ഒരു സൈഡിലാണ് ഫോം ചെയ്യുന്നത്. സോ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? 0 ഇവിടെ ആക്കി വെച്ചിട്ട് വേണം തുടങ്ങാൻ. എന്നാലല്ല ഇത് ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇവിടോട്ട് വെച്ച് നോക്കുമ്പോഴത്തേന് പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് നോക്കുമ്പോൾ 120 എവിടെയാണ്? ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? 120 നീട്ടി വരയ്ക്കുന്നു. അതിന്റെ എവിടെ വരെ മതി? 3 സെന്റിമീറ്റർ വരെ മതി. 3 സെന്റിമീറ്റർ എടുക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? കിട്ടി. ഇതേതാണ്? സി ആണ്, ഡി സി ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ സിയും ഈ ബിയോടെ ചേർത്ത് എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി. നമ്മുടെ ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഓക്കെ, ഈ രീതി തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് 4 സൈഡൊക്കെ ആയിരിക്കും തരുന്നത്, ആംഗിൾ തരാതൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റേ രീതി വെച്ച് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഈ തന്ന രീതി വെച്ച് ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, വരച്ചല്ലോ. വരച്ച ശേഷം ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിന്റെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള വഴി നമുക്കറിയാമല്ലോ. ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? വരച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ ഡയഗണൽ മാർക്ക് ചെയ്യുന്നു. ഡയഗണൽ എന്താണ്? പി ഡി എന്ന് പറയുന്ന ഡയഗണൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. വളരെ കറക്റ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യും. ഇനി ഈ ബി ഡി എന്ന് പറയുന്ന ഡയഗണലിന് പാരലലായിട്ട്, ഈ ബി ഡി എന്ന് പറയുന്ന ഡയഗണലിൽ പാരലലായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സിയിൽ നിന്ന് കടന്നു പോകുന്ന ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. അതിനിപ്പോൾ എന്ത് ചെയ്യുന്നു? സ്കെയിൽ ഇവിടെ വെക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നു? നിരക്കി 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 എന്ത് ചെയ്യുന്നു? നിരക്കി ഇവിടെ കൊണ്ടുവന്നു. നിരക്കി കൊണ്ടുവന്ന ശേഷം എന്ത് ചെയ്യുന്നു? ഇത് പാരലലായിട്ട് വരയ്ക്കുന്നു. ഏതിന് പാരലലായിട്ട് വരയ്ക്കണം? ഇയാൾക്ക് പാരലലായിട്ട്, ബി ഡി എന്ന് പറയുന്ന സൈഡിന് എന്ത് ചെയ്യുന്നു? പാരലലായിട്ട് വരയ്ക്കുന്നു. പാരലലായിട്ട് വരച്ച വര എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. അങ്ങനെ പോകുമ്പോഴത്തേന് എന്ത് ചെയ്യുക? ബേസിൽ നിന്നുള്ള ലൈനോട് എന്ത് ചെയ്ത് വരയ്ക്കുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ബേസിൽ നിന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ബേസിൽ നിന്നുള്ള ലൈൻസോട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്തായി? ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇതിനെ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഇയും ഇവിടെ ഉള്ള ഡി എന്ന് പറയുന്ന ലൈനോട് അല്ല പോയിന്റോടെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഒരു ട്രയാങ്കിൾ ആണ് ഉണ്ടായത്. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഉണ്ടായ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? സെയിം ഏരിയ ആയിരിക്കും. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. എ ഇ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. അത് വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാഡ്രിലാറ്ററൽ ആദ്യം വരയ്ക്കുന്നു. വരച്ച ശേഷം എന്ത് ചെയ്യുന്നു? ആ വരച്ച അളവുകൾ ഉപയോഗിച്ച് വരച്ചത് വെച്ചിട്ട് നമ്മൾ
വരച്ചതിന്റെ ഡയഗണൽ വരയ്ക്കുന്നു. ഡയഗണൽ വരച്ച ശേഷം ആ ഡയഗണലിൽ പാരലായിട്ട് ഒരു ലൈൻ എന്ത് ചെയ്യുന്നു, സിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. വരച്ച ശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ എക്സ്റ്റെൻഡ് ചെയ്ത പാരലൽ ലൈനും ബേസിലെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനോട് എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ പോയിന്റും മേലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലെ പോയിന്റൂടെ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ എന്തിന്റെ ഏരിയ ആയിരിക്കും, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ആയിരിക്കും. അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. മെയിൻ ഐഡിയ എന്താണെന്ന് ഓർമ്മയുണ്ടോ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ചരിച്ച് 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 ഇവിടെ കൊണ്ടുവരുന്ന എന്നുള്ള ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, മെയിൻ ട്രയാങ്കിൾ ഏതാണ്, ട്രയാങ്കിൾ എ ഡി ഇ ആണ്. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വേണ്ടത്. ഇതപ്പോൾ എന്ത് ചെയ്യൂടെ കടുപ്പിക്കുക. ഓക്കെ, ബാക്കിയുള്ളത് ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ച ആക്കിയാലും മതി, അല്ലെങ്കിൽ ഇത് കടുപ്പിച്ച് വരയ്ക്കുക. കടുപ്പിച്ച് വരച്ച പോർഷൻ ആണ് എന്ത്, നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ. ഏതിന്റെ സെയിം ഏരിയ ഉള്ളത്, ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ളത്. ഓക്കെ, സിമ്പിൾ ആണ് കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് എന്ത് വരയ്ക്കുന്നു, ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്വാഡ്രിലാറ്ററലിലെ ഡയഗണൽ മാർക്ക് ചെയ്യുന്നു. ഡയഗണലില് പാരലലായിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ആ പാരലൽ ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടുത്തെ ബേസോടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്ന പോയിന്റും അപ്പുറത്തെ പോയിന്റോട് എന്ത് ചെയ്യുന്നു, കൂട്ടി യോജിപ്പിച്ച് അതൊരു ട്രയാങ്കിൾ ആക്കുന്നു. ആ ട്രയാങ്കിളിലെ ഏരിയ എന്ന് പറയുന്നത് ഏതിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും, ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. സിമ്പിൾ ആണ്. പുസ്തകത്തിനകത്ത് ഒരു കണക്കുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ലൈവ് ഇന്ററാക്ഷൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് വരിക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. വരയ്ക്കുന്ന മനസ്സിലായെന്ന് വിശ്വസിക്കും. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇനി എളുപ്പമല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി, എന്താ ഇക്വേഷൻ, ട്രയാങ്കിൾ ഏരിയയുടെ ഇക്വേഷൻ എന്താ, ഹാഫ് ബി എച്ച് ആണ്. അതിൽ ബേസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ബേസ് എങ്ങനെ കണ്ടുപിടിച്ചത്, ബേസ് ഏത് ബേസാ വരുന്നത്, ഈ എ ബി എന്ന് പറയുന്നതിന്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചായിരുന്നല്ലോ നമ്മള് ലാസ്റ്റില്. അപ്പൊ അത് ബേസ് ആയിട്ട് എടുക്കണം, എന്നാലേ ഈ ഫുൾ ട്രയാങ്കിളിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ബേസ് ആയിട്ട് എടുക്കുക. പിന്നെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഹൈറ്റ് നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്ന മെഷർ ദ ലെങ്ത് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് മെഷർ ചെയ്യണം. നമ്മൾ വരച്ച പാർട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ബേസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഇവിടെ ഒരു അളവ് 5 സെന്റിമീറ്റർ ആകാണ്ട് മറ്റേ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ സ്കെയിൽ വെച്ച് ഇങ്ങനെ മൊത്തത്തിൽ അളന്ന് നോക്കുമ്പോൾ ഇത് എത്ര ആണെന്ന് മനസ്സിലാവും. ഇതിപ്പോ ഒരു 10 ആണെന്ന് വിചാരിച്ചു, ഇതൊരു 10 ആണ്. ഇനി ബേസ് ഹൈറ്റോടെ മതി. ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, പെർപെൻഡിക്കുലർ എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതുപോലെ പെർപെൻഡിക്കുലർ വരച്ച് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, പെർപെൻഡിക്കുലർ വരയ്ക്കുക, എന്നിട്ട് സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക, ഹൈറ്റ് കിട്ടി. അപ്പോൾ ഹൈറ്റ് ഇപ്പോൾ ഒരു ഈ 2 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ അന്നേരം എന്ത് വരും, 1/2 ഇൻറ്റു ബേസ് 10ഉം ഹൈറ്റ് 2ഉം വെച്ച് വരുമ്പോഴത്തേന് 20/2, ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ഏരിയ. അപ്പൊ ഇതേ ഏരിയ തന്നെയാണ് ആർക്കും, ആ ക്വാഡ്രിലാറ്ററലിന്. അപ്പൊ സെയിം ഏരിയ ഉള്ള ക്വാഡ്രിലാറ്ററലിന്റെ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാമെന്ന് മനസ്സിലായല്ലോ. ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് വരയ്ക്കുന്ന കാര്യം ഡൗട്ട് ഇല്ലാതെ ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സിമ്പിൾ ആണ് ആ കാര്യം. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോവുക. പിന്നെ അതിന്റെ ബേസ് കാര്യം എന്താണെന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞു, അത് ജസ്റ്റ് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. എങ്ങനെയാണ് അത് ഈക്വൽ ആയിട്ട് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ ചരിച്ചു കൊണ്ടുവന്ന് സെയിം ബേസ് എത്തിച്ചിട്ട് പിന്നെ ട്രയാങ്കിൾ ആക്കുന്ന ഒരു രീതി ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. മെയിൻ സ്റ്റെപ്സ് മാത്രം പഠിച്ചു വെക്കുക. സ്റ്റെപ്സ് വെച്ച് എന്ത് ചെയ്യുക, വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ തന്നിട്ടുള്ള ഇക്വേഷൻസ്, നമുക്കറിയാവുന്ന ഇക്വേഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏരിയ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പറഞ്ഞാൽ മതി, ലാസ്റ്റിലെടുത്ത് പറഞ്ഞാൽ മതി എന്ത്, സെയിം ഏരിയ ആണ് ക്വാഡ്രിലാറ്ററൽ. സോ ഇപ്പൊ കണ്ടുപിടിച്ച ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ടു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്ന് എടുത്തു വെച്ചാൽ മാത്രം മതി. സിമ്പിൾ ആണ്. ഒരു 3-4 മാർക്ക് കിട്ടുന്ന വകുപ്പൊക്കെയാണ്. വെറുതെ കളയരുത്. പടം വരയ്ക്കാനും പഠിച്ചു വേണം. ഓക്കെ, ഈ കണക്ക് ടെക്സ്റ്റിനകത്ത് ഇതേലത്തെ ഒരു സെയിം കണക്കുണ്ട്. അത് ചെയ്തിട്ട് ലൈവ് ഇന്ററാക്ഷന്റെ സമയത്ത് വരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.